വർഗീയ കലാപമില്ലാതെ ജനങ്ങൾ സുരക്ഷിതമായി ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് ഡോക്ടർ കെ.ടി. ജലീൽ എം.എൽ.എ. പറഞ്ഞു. എൽ.ഡി.എഫിന്റെ നേതൃത്വത്തിൽ കായംകുളം മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണത്തിന്റെ ഭാഗമായുള്ള യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജലീൽ. വർഗീയ കലാപങ്ങളില്ലാതെ ജനങ്ങൾ സുരക്ഷിതമായി ജീവിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെന്ന് ഡോക്ടർ കെ.ടി. ജലീൽ എം.എൽ.എ. പറഞ്ഞു. എൽ.ഡി.എഫിന്റെ നേതൃത്വത്തിൽ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവുമായി ബന്ധപ്പെട്ട സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 കൊല്ലം മുമ്പ് പൊതുവിദ്യാലയങ്ങൾ തകർന്നടിഞ്ഞ നിലയിലായിരുന്നുവെങ്കിൽ ഇന്ന് പൊതുവിദ്യാലയങ്ങളുടെ അടുത്തെത്താൻ സ്വകാര്യ വിദ്യാലയങ്ങൾക്ക് പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ സ്കൂൾ സാഹചര്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചില്ലേ? ലക്ഷക്കണക്കിന് കുട്ടികളുടെ മനസ്സിലേക്ക് മതേതരത്വത്തിന്റെയും മതനിരപേക്ഷതയുടെയും ആശയങ്ങൾ പകർന്നു കൊടുക്കാൻ പൊതുവിദ്യാലയങ്ങൾ ശാക്തീകരിച്ചതിലൂടെ സാധിച്ചു. ആർദ്രം എന്ന് പറയുന്ന ഒരു ആരോഗ്യ പരിപാടി, നമ്മളുടെ ആശുപത്രികളെ മെച്ചപ്പെടുത്താനുള്ള പരിപാടി അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പ്രഖ്യാപിക്കുന്നത്, മുനിസിപ്പാലിറ്റികൾക്ക് 2 ഡോക്ടർമാരെയും 2 പാരാമെഡിക്കൽ സ്റ്റാഫിനെയും ഉച്ചയ്ക്ക് ശേഷം അവരുടെ കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ, ഫാമിലി ഹെൽത്ത് സെന്ററുകളിൽ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ നൽകാമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും 5 മണി വരെ എല്ലാ സർക്കാർ ആശുപത്രികളും അവയുടെ കവാടങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നിടപ്പെടുന്ന സ്ഥിതി ഉണ്ടാക്കിയത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ 10 വർഷക്കാലത്തെ ഭരണമാണ്. ഈ ഗവൺമെന്റ് പോയാൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അന്ന് നിൽക്കും. 2000 രൂപയാക്കി അത് ഉയർത്തി. ഇനി ഇതാ 2500 ആകാൻ വേണ്ടി പോകുന്നു എന്ന് കേൾക്കുന്നു. ഒരു വീട്ടിൽ 2500 രൂപ അച്ഛനും അമ്മക്കും കിട്ടുന്നു എന്നുള്ളത് എന്തുമാത്രം സ്തുത്യാർഹമായിട്ടുള്ള കാര്യമാണ്. പിണറായി വിജയൻ കേരളത്തിൽ ഭരണസിരാ കേന്ദ്രത്തിലുണ്ട്, കാവൽക്കാരനായി എന്ന ബോധ്യമല്ലേ ഉത്തരേന്ത്യയിൽ മുഴുവൻ കലാപം നടത്തിയിരുന്ന സംഘപരിവാരങ്ങൾക്ക് അനങ്ങാൻ ധൈര്യം കൊടുക്കാതിരുന്നത്? ഈ നാട്ടിൽ ചുവപ്പിനെ പ്രണയിക്കുന്നവർ വേണം, സഖാക്കൾ വേണം, ഇടതുപക്ഷ പ്രവർത്തകന്മാരുണ്ടാവണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ ഇനിയും ഭരണത്തിലേറ്റുക. UDF ഭരണത്തിൽ വികസനം നിലച്ച കേരളം ഇപ്പോൾ LDF തുടർ ഭരണത്തിലൂടെ വികസന മുന്നേറ്റം സാധ്യമാക്കി. LDF ഭരണം തുടരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും ജലീൽ പറഞ്ഞു. കായംകുളം മേടമുക്കിൽ നടന്ന യോഗത്തിൽ N. ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രതിഭ MLA മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ അഡ്വക്കേറ്റ് KH ബാബുജാൻ, A. മഹേന്ദ്രൻ, P. ഗാനകുമാർ, കോശി അലക്സ്, ഷെയ്ഖ് പി ഹാരിസ്, B. അബിൻ ഷാ, സജു എടക്കാട്, AS സുനിൽ, R. ഗിരിജ, ഐഷഹാബുദ്ദീൻ, റഷീദ് നമ്പലശ്ശേരിൽ, സജീവ് പുലോളങ്ങര, ലിയാഖത്ത് പറമ്പി, സക്കീർ മല്ലഞ്ചേരി, പ്രൊഫസർ ഗോവിന്ദകുട്ടി കാർണവർ, ഷിജു ഇഞ്ചക്കൽ, സുബിൻ തോപ്പിൽ, പുഷ്പരാജ്, ഷാജഹാൻ, മോഹനൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.